ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജോയ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് യൂട്യൂബിൽ കുറേ കാറ്റഗറീസ് ഉണ്ട്. ചിലവർ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഇടും, ചിലവർ മ്യൂസിക് വീഡിയോസ് ഇടും, ചിലവർ ഡാൻസ് കളിക്കുന്ന വീഡിയോസ് ഇടും. അപ്പോൾ ഓരോന്നിനും പർട്ടിക്കുലർ എമൗണ്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് വ്യൂസ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് റവന്യൂ കിട്ടുന്ന 5 യൂട്യൂബിൻ്റെ കാറ്റഗറീസാണ്. അതായത് നിഷെന്ന് വേണമെങ്കിൽ പറയാം, കാറ്റഗറി. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം കൂടിയതിൽ നിന്നാണ് പോകുന്നത് കുറഞ്ഞതിലോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാണ് ചെയ്യുന്നതെന്ന് നോക്കുക. എന്നിട്ട് കണ്ടൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം, പിന്നെ വരുമാനം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ആദ്യമേ തന്നെ പറയാം, ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് എടുത്തതാണ്. അതായത് കുറേ യൂട്യൂബ് ചാനലിൽ ഞാൻ റിസർച്ച് ചെയ്തു, പിന്നെ ഗൂഗിളിൽ നോക്കി, അങ്ങനെയൊക്കെയാണ് ഈ ഒരു റേറ്റ് എനിക്ക് കിട്ടിയത്. പിന്നെ ഇതേപോലെ മോണിറ്റൈസ് ആയിട്ടുള്ള എനിക്ക് ആരെയും പരിചയമില്ല, അതുകൊണ്ട് അവർക്ക് എത്ര കിട്ടുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ആർക്ക് എന്തെങ്കിലും എത്രയാണ് ഇപ്പോൾ എമൗണ്ട് അവർ ഏൺ ചെയ്യുന്നതെന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ സോഷ്യൽ ബ്ലൈഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു യൂട്യൂബറിൻ്റെ പേരടിക്കുക, എവിടെ നെയിം അടിക്കുക, എന്നിട്ട് സെർച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എത്ര മാസത്തിൽ എത്ര രൂപ കിട്ടും എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇതും പിന്നെ ഞാൻ സെർച്ച് ചെയ്ത ഒരു ഫാക്ടറും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കൂടിയതിലോട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണിച്ചിരിക്കുന്നത് ഇഷാൻ ശർമ്മ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ വീഡിയോ ആണ്. സംഭവം ഇംഗ്ലീഷാണ്. ഹിന്ദിയിലും ഉണ്ട് ചില വീഡിയോസ്, ഇംഗ്ലീഷിലാണ് മെയിനായിട്ടും വീഡിയോസ് ഇടാറ്. അതായത് മേക്ക് മണി ഓൺലൈൻ എന്ന് പറയുന്ന കണ്ടൻറ്റിനാണ് ഏറ്റവും കൂടുതൽ CPM ഉള്ളത്. അതായത് 1000 വ്യൂസിന് 1071 രൂപയാണ് കിട്ടുന്നതെന്നാണ് ഗൂഗിൾ പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞത് ഇതൊരു അറിവ് വെച്ചിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഉള്ളതാവാം. മനസ്സിലായില്ലേ? അതായത് ഇതുപോലെ ഓൺലൈനായിട്ട് ഇങ്ങനെ മണി മേക്ക് ചെയ്യുക എന്നുള്ള വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് പേ ചെയ്യുന്നത്. അതായത് 1071 രൂപ, ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ആഡ്, അതായത് കാണിക്കുന്ന ആഡും പിന്നെ നമ്മൾ താമസിക്കുന്ന കൺട്രി ഏതാണെന്നുള്ളത്. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് കൺട്രീസ്, ഇപ്പോൾ ഇതൊക്കെ ഒരു USA അതേപോലത്തെ ഒരു കൺട്രിയിലുള്ള റേറ്റുകളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ അവരൊരു $13 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്തായാലും ഒരു $9 അല്ലെങ്കിൽ $7 തീരെ കുറയില്ല. അതായത് വളരെ കുറയില്ല, എന്നാലും തീരെ കൂടുകയില്ല. കാരണം ഇന്ത്യയിൽ കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് CPM കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത്. അതായത് ഇങ്ങനെ നമുക്ക് ഓൺലൈൻ വഴി മണി മേക്ക് ചെയ്യുക എന്നുള്ള വീഡിയോസ് ഇപ്പം മലയാളത്തിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ CPM ഉള്ളത്. ഓക്കെ, രണ്ടാമത് നമുക്ക് ചെയ്യാൻ നോക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ബീബോം ഓർ അബീബം, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, അതായത് ടെക് വീഡിയോസിനോടൊപ്പം തന്നെ ഇവരെന്ത് ചെയ്യാണ്, പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ടൈപ്പ് വീഡിയോസ്. അതായത് ടെക് വീഡിയോസ് എന്ന് പറയാം. അതായത് നമ്മുടെ കോൾമി ഷസാം ബ്രോയുടെയൊക്കെ വീഡിയോ, ഇങ്ങനത്തെ വീഡിയോസാണ്. അപ്പോൾ അതിനാണ് അടുത്ത ഒരു ടൈപ്പിലുള്ള വരുമാനം കിട്ടുന്നത്. അതായത് ഒരു ടെക് ടൈപ്പ് വീഡിയോസ്, നിങ്ങൾക്ക് അൺബോക്സിങ് ടൈപ്പ് വീഡിയോസോ അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ എൻ്റെ ഷോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ഒക്കെ ഇങ്ങനെയായിരിക്കും ചെയ്യാറ്. അതായത് ഇതിനകത്ത് ഞാൻ പോപ്പുലർ എടുത്തു കഴിഞ്ഞാൽ 12 മില്യൺ, അതായത് ജസ്റ്റ് ഒന്ന് വോയിസ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, റിമോട്ട് കൺട്രോൾഡ് പേപ്പർ പ്ലെയിൻ. ഈ റിമോട്ട് കൺട്രോൾഡ് പേപ്പർ പ്ലെയിനിൻ്റെ കൂടെ തന്നെ ഇവരെന്ത് ചെയ്യും, ഇതിൻ്റെ ബൈ ചെയ്യാനുള്ള ലിങ്കും കൂടെ കൊടുത്തിരിക്കും. കമൻറ്റ് സെക്ഷനിലോ എല്ലാം ആയിരിക്കാം, നമുക്ക് നോക്കാം കമൻറ്റിൽ. ഓക്കെ, ലിങ്ക് ടു RC പേപ്പർ പ്ലെയിൻ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് സൈറ്റിൽ കയറുന്നു, ആൾക്കാർ ബൈ ചെയ്യുന്നു, ഇവർക്ക് കമ്മീഷൻ കിട്ടുന്നു. അല്ലാതുകൊണ്ട് ഇത് ഇവരുടെ സൈറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർക്ക് ഡയറക്റ്റ് എല്ലാം കിട്ടുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് അടുത്ത CPM. ഇതിൻ്റെ CPM എന്ന് പറയുന്നത് 989 ഒരു 980-900 റേഞ്ച് 1000 വ്യൂസിന് കിട്ടുന്നത്. ഓക്കെ, മൂന്നാമതായിട്ടുള്ളത് നമുക്ക് ഈ ഫൈനാൻസ് ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഫൈനാൻസ് വിത്ത് ഷാരണാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മിക്കവർക്കും ഇതേപോലത്തെ കണ്ടൻറ്റ് കാണുന്നവർ എന്തായാലും ഈ പുള്ളിക്കാരനെ കണ്ടു കാണും. അതായത് ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ആളാണ്. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് പോപ്പുലർ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ 15 മില്യൺ, 14 മില്യൺ, 21 മില്യൺ. അപ്പോൾ ഇതുപോലെ അതായത് നമുക്ക് നമ്മൾ അമ്മിളി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ
ഓഫ്ലൈനായിട്ടോ കടകളിൽ നമ്മുടെ ഓരോരോ കമ്പനികൾ സ്കാം ചെയ്യുന്നതിനൊക്കെ പറ്റിയിട്ട് എന്ത് ചെയ്യും, കുറിച്ച് ഈ പുള്ളി കറക്റ്റായിട്ട് അതിനുള്ള ഒരു കറക്റ്റ് സൊല്യൂഷനും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ഇൻഷുറൻസ് എങ്ങനെ ക്ലെയിം ചെയ്യാം, ഒരു ഫൈനാൻസിൽ കംപ്ലീറ്റ്ലി ഒരു ഫൈനാൻസ് ആയിട്ടുള്ള ഒരു ചാനലാണ്. ഓക്കെ, അതിന് ബേസ് ചെയ്തിട്ടുള്ള ചാനലാണ്. അതിന് വരുന്നത് 1000 വ്യൂസിന് 900 രൂപയാണ് വരുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ ഇതായത് നമ്മുടെ ടെക് വീഡിയോസും ഇതേപോലത്തെ വീഡിയോസ് ഫൈനാൻസ് വീഡിയോയ്ക്കും വലിയ വ്യത്യാസം വരുന്നില്ല. ഒരു 50 രൂപ 20 രൂപയുടെ വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതേ രണ്ട് കണ്ടൻറ്റിനും നല്ല ഒരു പേ ഔട്ട് നമുക്ക് കിട്ടും. അടുത്ത് നാലാമതായിട്ടുള്ളതാണ് നമുക്ക് ടീച്ചിങ് വീഡിയോസ്. ടീച്ചിങ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇംഗ്ലീഷ് വിത്ത് ലൂസി മാത്രമല്ല, നമ്മുടെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രോട്ടോടൈപ്പ് മലയാളം ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ടീച്ച് ചെയ്യണം. അതായത് ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 1000-ന് 810 800 രൂപ വെച്ചോ, 800 രൂപയാണ് കിട്ടുന്നത്. വീണ്ടും ഞാൻ പറയണം, ഡിപ്പെൻഡിങ് അപ്പോൺ ആഡും കാര്യങ്ങളും പിന്നെ കൺട്രി ബേസ്ഡും ആണ്. ഇതൊരു എക്സ്പെക്റ്റഡ് റേറ്റ് ആണ്. അതായത് 800 രൂപയാണ് ഇതിലോട്ട് കിട്ടുന്നത് നമുക്ക്. ഓക്കെ, ഇംഗ്ലീഷ് വിത്ത് ലൂസിനെ പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫ്ലുവൻ്റായിട്ട് അറിയാം. കുറേ പേർക്ക് നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും. അതായത് എങ്ങനെ നമുക്ക് ഇന്ന് ഇംഗ്ലീഷിൻ്റെ ആൽഫബറ്റ്സ് ആണ് ആദ്യം നോക്കുന്നത്, അതൊരു സെക്ഷൻ. പിന്നെ ഗ്രാമർ കാര്യം, പിന്നെ പാസ്റ്റ് ഫ്യൂച്ചർ, ഇതിനൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നുമില്ല, ബേസിക്കായിട്ട് എന്താണ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ എന്താണെന്നുള്ളതാണ്. എന്താണ് ജൂൾസ് ലോ. അപ്പം ജൂൾസ് ലോയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്സൊക്കെ എടുത്ത് പഠിച്ചിട്ട് അതൊക്കെ നോക്കിയിട്ട് അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ക്ലാസ് എടുത്ത് കൊടുക്കുക. അപ്പം പിള്ളേർക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവരെന്ത് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇരുന്ന് കാണും. അപ്പം നിങ്ങളത് ചെയ്യുക. അപ്പോൾ ഇതിന് വരുന്നത് മറക്കണ്ട 800 രൂപയാണ്, 800 രൂപ. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് എത്തത് ഈ നമ്മുടെ കാറ്റഗറിയിൽ ഏറ്റവും കുറവ് വരുന്നതെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയും വീഡിയോഗ്രാഫിയുമാണ്. അതിപ്പോൾ മൊബൈലായാലും ശരി, നമ്മളിപ്പോൾ ഏതിട്ട് എടുക്കുകയാണെങ്കിലും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആ ഒരു ടൈപ്പ് കണ്ടൻറ്റുകൾക്ക് ആണ് ഏറ്റവും കൂടുതൽ കുറവ് രൂപ കിട്ടുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് ഏറ്റവും കുറവ് നമ്മുടെ സാധാ എൻ്റർടൈൻമെൻറ്റ് ചാനലിനൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടിയിട്ടും കുറവാണ്. ഈ 5 എണ്ണത്തിൽ ഏറ്റവും കുറവെന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയുമാണ്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളെ ഫോൺ വെച്ചിട്ട് എങ്ങനെ ബേസിക്കായിട്ട് ട്യൂട്ടോറിയൽസ് പഠിപ്പിക്കുന്നത്. അതായത് ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഫോൺ എടുക്കുകയാണ്, ഈ ഫോൺ എടുക്കുന്നു, ഈ ഫോണിൽ ഞാൻ കാണിക്കുകയാണ് എങ്ങനെ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ഫോട്ടോ കറക്റ്റ് പോർട്രേറ്റ് മോഡിൽ എടുക്കാം എന്നുള്ളത് ഒരു ട്യൂട്ടോറിയൽ, ബേസിക്കായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോസായിട്ട് ചെയ്തിടുകയാണ്. അപ്പോൾ ഈ കണ്ടൻറ്റിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പേര് കണ്ടു കഴിഞ്ഞാൽ 600 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ടുള്ള വീഡിയോസും കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ മൊബൈൽ യൂസ് ചെയ്യുന്ന കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇതിലുണ്ട് എന്നെനിക്കറിയാം. അപ്പം അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലത്തെ വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അറിയാം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക അറിയാമെന്നുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജും ആവും, അവർക്കും അഡ്വാൻറ്റേജ് ആവും. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറോ അങ്ങനെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ ഒക്കെ ഇടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കിന് പോകുമ്പോഴോ അല്ലെങ്കിൽ വർക്കില്ലാത്തപ്പോഴോ ഏതെങ്കിലും വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും വിളയിലൊക്കെ ഇറങ്ങി ഓടിയിട്ട് അവിടെയുള്ള ഒരു ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ എങ്ങനെ ഒരു പോർട്രേറ്റ് അല്ലെങ്കിൽ എങ്ങനെ ഒരു ISO ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമേജ് എടുക്കുക. ഞാൻ ഫോട്ടോഗ്രാഫറല്ല, എനിക്കൊന്നും അറിഞ്ഞിടാൻ, ഞാൻ വെറുതെ പറഞ്ഞാണ്. അപ്പം മൊബൈൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ISO ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി എടുക്കാം, അല്ലെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി എങ്ങനെ എടുക്കാം, ഇതുപോലെ കുറേ ടോപ്പിക്സ് നിങ്ങൾക്ക് ചെയ്ത് ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ 5 ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന കാറ്റഗറീസ്. അപ്പോൾ ഈ കാറ്റഗറീസ് നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത പാർട്ട് 2 ആയിട്ട് വരാം. അപ്പോൾ ഹെൽത്ത് ചാനലിനും എൻ്റർടൈൻമെൻറ്റ് ചാനലിനും നിങ്ങളുടെ ഏത് ചാനലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, അതായത് ഞാൻ എത്ര രൂപയാവും എന്നുള്ളത് അടുത്ത പാർട്ടിൽ ചെയ്യാം. ഇതിലില്ലാത്തവർക്ക്, ഈ കാറ്റഗറിയിൽ ഇല്ലാത്തവരെ ഞാൻ അതിലോട്ട് ഉൾപ്പെടുത്താം. അതായത് നമ്മുടെ ഹെൽത്തില്ല, പിന്നെ എന്താ പറയുക, ഹെൽത്തില്ല, പിന്നെ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളില്ല, റിയാക്ഷൻ ചാനലുകളില്ല. അതിനൊക്കെ എത്രയാണെന്നുള്ളത് അതൊക്കെ വളരെ കുറവായിരിക്കും. കാരണം ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണുന്ന, അതായത് ഇപ്പോൾ എൻ്റർടൈൻമെൻ്റ് അല്ലേ എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റിനൊക്കെ ഏറ്റവും കുറവായിരിക്കും. കാരണം കുറേ പേര് കാണുമല്ലേ, അവർ ഇതുപോലത്തെ കണ്ടൻറ്റൊക്കെ കുറച്ച് പേരെ കാണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് എന്ത് ചെയ്യാണ്, അതിന് ഇച്ചിരി ഒരു ഹൈ ആയിട്ട് വെച്ചിട്ടുണ്ട് ഒരു CPM. അത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. അപ്പം നിങ്ങൾ ഇതേപോലെ ഒരു കാറ്റഗറിയിലുള്ള വീഡിയോസ് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് കാണും വരെ ബൈ.